സോ നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററുകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ നോട്ട് തന്നിരുന്നല്ലോ അല്ലേ, അതെല്ലാവരും കോപ്പി ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ 3 തരം കെമിക്കൽ സബ്സ്റ്റൻസുകളെ പറ്റി പഠിക്കാൻ പോവാണ്. ആസിഡ്സ്, ബേസസ്, അതുപോലെ സാൾട്ട് അല്ലേ. നെയിമിൽ തന്നെ ഉണ്ട്, ചാപ്റ്ററിന്റെ ടൈറ്റിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ് അതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആസിഡ്, ബേസ്, സാൾട്ട് 3 കെമിക്കൽസ് ആണെങ്കിലും 3ന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് 3 തമ്മിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യമാണ് കണ്ടത്? ആസിഡിന്റെയും ബേസിന്റെയും ഒക്കെ നമ്മൾ എന്ത് കണ്ടു? അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അത് ടേസ്റ്റ് എന്താണ്, കളർ ഉണ്ടോ, അല്ലെങ്കിൽ അതുപോലെ അതിന്റെ ഇൻഡിക്കേറ്ററുകൾ ഏതൊക്കെയാണ്. നമ്മൾ പറഞ്ഞു ലിറ്റ്മസ് പേപ്പർ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഉണ്ട്. എന്താ ലിറ്റ്മസ് പേപ്പർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിന്റെ മുമ്പ്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്ന കാര്യങ്ങളില്ലേ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മുമ്പത്തെ ദിവസം നമ്മൾ ബയോളജിയിലെ ഒരു കാര്യം പറഞ്ഞു, നമ്മളിനി ബഫലോന്റെ ID സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. കാരണം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്നിവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ ഡിസ്കസ് ചെയ്യുന്നത്, പറയുന്നത്, അത് മുഴുവനും നമ്മൾ ചെയ്ത് കാണും. ഓരോ കെമിക്കൽ പ്രോപ്പർട്ടിയും നമ്മൾ വെറുതെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൽ മേ ബി അങ്ങനെ ആയിരിക്കും, പക്ഷെ നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ല. നമ്മളത് കണ്ട് എന്തൊക്കെയാണ് ഒബ്സർവേഷനൊക്കെ കണ്ടിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. എക്സാമിന് ചോദിക്കും എന്തൊക്കെയാണ് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് ബേസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ. അതുപോലെ തന്നെ ലിറ്റ്മസ് പേപ്പർ എന്താണ്, ഫിനോഫ്താലിന് എന്താണ്, മീഥൈൽ ഓറഞ്ച്, മീഥൈൽ റെഡ്, ഇതൊക്കെ ഇൻഡിക്കേറ്ററുകളാണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണണം. അപ്പം ഇന്ന് നമുക്ക് ജസ്റ്റ് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഇവിടെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞളായാലുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊക്കെ ഡ്രസ്സിൽ എപ്പോഴെങ്കിലും ടർമറിക് അല്ലെങ്കിൽ മഞ്ഞളായിട്ടുണ്ടെങ്കിൽ അതിൽ സോപ്പ് തട്ടുമ്പോൾ, നിങ്ങളത് കഴുകാൻ വേണ്ടി സോപ്പ് തട്ടുമ്പോൾ അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി മഞ്ഞളൊന്നും ഡ്രസ്സിലായിട്ടില്ല സാറേ ഇതുവരെ, ഞങ്ങളൊക്കെ നല്ല നീറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കുക, ഒരു വേസ്റ്റ് പീസ് ഓഫ് ക്ലോത്ത് എടുക്കുക. എന്നിട്ട് അതിൽ ജസ്റ്റ് നിങ്ങളൊരു ടെർമറിക് കൊണ്ട്, ഒരു മഞ്ഞൾ കൊണ്ട് ചെറുതായിട്ടൊരു ഒരു പാച്ച് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? അത്യാവശ്യം നല്ല പാച്ചിനായിക്കോട്ടെ കേട്ടോ, അല്ലാതെ ചെറിയൊരു വരയാവണ്ട, അത്യാവശ്യം നന്നായിട്ട് തന്നെ മഞ്ഞളൊന്നും അറിയിക്കോ. എന്നിട്ട് അതിൽ മെല്ലെ ലേശം സോപ്പാക്കി നോക്ക്. അതിൻ്റെ കളറിലൊരു ചേഞ്ച് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ കാണാം അത് റെഡ് കളറായി മാറുന്നുണ്ടായിരിക്കും. ഓക്കെ, യെല്ലോ കളറിൽ ടെർമറിക്ക് അത് റെഡ് കളറാണ് കാണാൻ പറ്റും. ഇത് ശരിക്കും ഒരു ഇൻഡിക്കേഷനാണ്. ഞാൻ പറഞ്ഞു സോപ്പ് പോലെയാണ് നമ്മളുടെ ബേസ് എന്ന് പറഞ്ഞു അല്ലേ. സോപ്പ് പോലെയാണ് ബേസ് എന്ന് മാത്രമല്ല, സോപ്പ് ഒരു ബേസ് തന്നെയാണ്. സോപ്പി ടച്ചാണ് ബേസ് ഉണ്ടാവുക. സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതും ബേസ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? ഇതുപോലെ കളർ ചേഞ്ച് വെച്ചുകൊണ്ട് ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ, ബേസ് ആണോ, അല്ലെങ്കിൽ അത് ന്യൂട്രൽ ആണോ, ഇത് അസിഡിക് സ്വഭാവം ഇല്ല, ബേസിക് ക്യാരക്ടറും ഇല്ലാത്തൊരു സാധനത്തിന് നമ്മൾ ന്യൂട്രൽ എന്ന് വിളിക്കുക. ന്യൂട്രൽ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുക. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഇൻഡിക്കേറ്ററുകളുടെ എക്സാമ്പിളാണ് ലിറ്റ്മസ് പേപ്പർ, ലിറ്റ്മസ് സൊല്യൂഷൻ, ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്, മീഥൈൽ റെഡ് എന്നൊക്കെ പറഞ്ഞത്. ഇതിനൊക്കെ ഓരോന്നിനും കളർ ചേഞ്ചുകൾ ഉണ്ട്. നമ്മളത് കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് നിങ്ങൾ തൽക്കാലം അത് വായിച്ച് പഠിക്കുക. നെക്സ്റ്റ് ഡേ നമ്മളത് കണ്ടു പഠിക്കും. ഇപ്പം നിങ്ങൾ മറക്കൂല. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിറ്റ്മസ് പേപ്പർ, 2 തരം ലിറ്റ്മസ് പേപ്പറാണ് ഉള്ളത്. ബ്ലൂ കളറും ഉണ്ട്, റെഡ് കളറും ഉണ്ട്. ഇവിടെ ഒരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങളത് ഓർത്ത് വെക്കണം കേട്ടോ. ലിറ്റ്മസ് പേപ്പറിന്റെ പ്രത്യേകത, അത് നമുക്കൊരു സൊല്യൂഷൻ ആസിഡ് ആണോ അതല്ലെങ്കിൽ ബേസ് ആണോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റെഡ് ലിറ്റ്മസ് പേപ്പറിനെ, ചുവന്ന ലിറ്റ്മസ് പേപ്പറിന്, ചെറിയ പേപ്പറാണ്, ചെറിയ സ്ട്രിപ്പായുള്ളൂ, ചെറിയൊരു എന്താ പറയുക, ഒരു സംഭവമായിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു 1 സെൻറ്റിമീറ്റർ വീതിയൊക്കെ ഉള്ള, ഒരു വിടുത്തൊക്കെ ഉള്ള ഒരു ചെറിയ സ്ട്രിപ്പാണത്. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ആദ്യം ഇതിൻ്റെ ആക്ഷൻ പറഞ്ഞതിന് ശേഷം അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് അതൊരു ആസിഡിൽ ഡിപ്പ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഒരു കളർ ചേഞ്ചും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളത് ബേസിൽ ഡിപ്പ് ചെയ്താൽ, റെഡ് കളർ ലിറ്റ്മസ് പേപ്പറിനെ ബേസിൽ ഡിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ റെഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ബ്ലൂ ആവണത് കാണാൻ പറ്റും. ഓക്കെ, റെഡ് ലിറ്റ്മസ് പേപ്പർ, 2 തരം ലിറ്റ്മസ് പേപ്പർ ഉള്ളത്, റെഡും ഉണ്ട് ബ്ലൂ ഉണ്ട്. പക്ഷേ റെഡ് ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ ആസിഡിൽ ഡിപ്പ് ചെയ്താൽ നോ കളർ ചേഞ്ച്, പക്ഷേ ബേസിൽ ഡിപ്പ് ചെയ്താൽ ഇറ്റ്സ് കളർ ചേഞ്ചസ് ടു ബ്ലൂ. ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ബേസിന്റെ ഫസ്റ്റ് ലെറ്ററും ബി ആണ്, ബ്ലൂവിന്റെ ഫസ്റ്റ് ലെറ്ററും ബി ആണ്. സോ ബേസ് ബ്ലൂ. ഇനി നിങ്ങൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ് എടുക്കണമെന്നുണ്ടെങ്കിലോ അത് നിങ്ങൾ ആസിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളറായിട്ട് മാറും.
ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളറാവും. പക്ഷേ അത് ബേസിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളർ ചേഞ്ച് കാണിക്കില്ല. കാരണം ബേസിൽ ഏത് കളറാണ് ശരിക്കും വരേണ്ടത്? ബ്ലൂ ആണ്. നമ്മുടെ പേപ്പർ ഏത് കളറാണ്? ബ്ലൂ ആണ്. അപ്പോൾ പിന്നെ കളർ ചേഞ്ചിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ബേസ് ആണെങ്കിൽ ബ്ലൂ കളർ, ആസിഡ് ആണെങ്കിൽ റെഡ് കളർ. ഓക്കെ, ബേസ് ബ്ലൂ എന്ന് പഠിച്ചാൽ പിന്നെ ആകെ ഒരു കളറേ ബാക്കിയുള്ളൂ, റെഡ്. ഇതേ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കിയ കെമിക്കൽ വെച്ച് നമുക്ക് സൊല്യൂഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് ലിറ്റ്മസ് സൊല്യൂഷൻ. അപ്പോൾ അത് ആസിഡിലേക്ക് ഒഴിച്ചാൽ നമുക്ക് റെഡ് കളർ കാണാം, ബേസിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബ്ലൂ കളറും കാണാൻ പറ്റും. പിന്നെ ഫിനോഫ്താലിൻ എന്നൊരു കെമിക്കൽ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാട്ടെ, ഒരു ചെറിയൊരു ബോട്ടിൽ കളറില്ലാത്ത സാധാരണ പച്ചവെള്ളം പോലത്തെ ലിക്വിഡാണ്. അത് നമ്മൾ ഒരു ബേസ് എടുത്തിട്ട് അതിലേക്ക് ഫിനോഫ്താലിൻ നമ്മൾ 2-3 തുള്ളി ഒറ്റിച്ച് കഴിഞ്ഞാൽ ആ ബേസിന് കളറൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ ഫിനോഫ്താലിൻ അതിലേക്ക് ഡിപ്പായിട്ട് നമ്മൾ ഒറ്റിക്കണത് കൂടി അതിൻ്റെ കളറ് ഒരു പിങ്ക് കളറായിട്ട് മാറും. പക്ഷെ ആസിഡിൽ നിങ്ങൾ ഫിനോഫ്താലിൻ വെച്ച് അത് പ്രത്യേകിച്ച് കളറൊന്നും കാണിക്കില്ല. അപ്പോൾ ഇങ്ങനെ കളറ് വെച്ചിട്ട് നമ്മളുടെ ഒരു കെമിക്കൽ ആസിഡാണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കും. ഇൻഡിക്കേറ്റർ പലതരം ഇൻഡിക്കേറ്ററുകൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇൻഡിക്കേറ്റർ എന്നുള്ളത് ആ വേർഡ് മീനിങ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മളുടെ ബൈക്കിനും കാറിനും ഒക്കെ ഇൻഡിക്കേറ്ററുകൾ ഉണ്ട് അല്ലേ, ഏത് സൈഡിലേക്കാണ് പോകുന്നത് കാണിക്കാൻ. അതുപോലെ ഇവിടെ ഇൻഡിക്കേറ്റർ എന്നുള്ളത് എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ നേച്ചർ കാണിക്കാനായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് എന്ത്? ഇൻഡിക്കേറ്റേഴ്സ്. ഇതും കെമിക്കൽ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇൻഡിക്കേറ്റർ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു ആസിഡിക്ക് ഞാൻ ലേശം ഇൻഡിക്കേറ്റർ ഒഴിച്ചു, ഇതോടുകൂടി അത് വേറെ എന്തോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല. ഇൻഡിക്കേറ്ററിന് ആകെ എന്ത് കാണിക്കാനുള്ള കഴിവേ ഉള്ളൂ? ഒരു കളർ ചേഞ്ച് കാണിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് ആ ഒരു എന്താ പറയുക സബ്സ്റ്റൻസിൻ്റെ നേച്ചർ കാണിച്ചു തരാനേ വഴിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ എന്ന്. അതെന്താ ഞാൻ പറയാൻ കാരണം? എപ്പോഴും കളർ ചേഞ്ച് വെച്ചിട്ടല്ല ഒരു സബ്സ്റ്റൻസ് ആസിഡാണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്നൊക്കെ ഇൻഡിക്കേറ്റർ കാണിക്കാം. ചിലപ്പോൾ സ്മെല്ല് കൊണ്ടാവും. നമ്മളതിനെ ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിനെ വിളിക്കാം. എന്ത് ഇൻഡിക്കേറ്ററാണ്? ഓൾ ഫാക്ടറി, OLF എന്നാട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ നോട്ടോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ കേൾക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഓൾ ഫാക്ടറി എന്നുള്ള വാക്ക് നമ്മളെ നോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെ മൂക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് നെർവ്സ് ഉണ്ട്. ആ നെർവ്സാണ് നമ്മളെ സ്മെല്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഫാക്ടറി നെർവ്സാണ് നമ്മളെ മൂക്കിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മെല്ല് വഴി ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ക്ലോവ്, ഓണിയൻ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതും ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇത് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമുക്ക് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുക. നിങ്ങൾ ടർമറിക്കിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ തന്നെ നന്ന്. അപ്പോൾ ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്ററും സാധാരണ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? യു ഹാവ് ബീൻ പ്രൊവൈഡ് വിത്ത് 3 ടെസ്റ്റ് ട്യൂബ്സ്. വൺ ഓഫ് ദം കണ്ടെയ്ൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ദ അതർ 2 കണ്ടെയ്ൻ an acidic solution and a basic solution respectively. If you are given only red litmus paper, how will you identify the contents of each test tube? നമ്മുടെ അടുത്ത് ആകെ റെഡ് ലിറ്റ്മസ് പേപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റെഡ് ലിറ്റ്മസ് പേപ്പർ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡിസ്റ്റിൽഡ് വാട്ടർ, അതായത് പ്യുവർ വാട്ടറാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. ഡിസ്റ്റിലൈസേഷൻ എന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ട് എല്ലാ അയോൺസിനെയും റിമൂവ് ചെയ്ത് H2O മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. കുടിക്കാൻ, ഡ്രിങ്കിങ്ങിന് ഇത് പറ്റൂല കേട്ടോ. അപ്പോൾ പ്യുവർ വാട്ടർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട കരുതിയിട്ട് അത് പറയണത്. കാരണം ഇവിടെ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആവശ്യമുള്ള മിനറൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ശരിക്കും കുടിക്കാൻ ഉപയോഗിക്കേണ്ടതല്ല, ലാബിൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു ടെസ്റ്റ് ട്യൂബിലുണ്ട്, ഒന്നിൽ ആസിഡാണ്, മറ്റേതിൽ ബേസ് ആണ്. അത് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറ്? റെഡ് ലിറ്റ്മസ് പേപ്പർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ബേസിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കളറായിട്ട് മാറും നമുക്കറിയാം? ബ്ലൂ കളറായിട്ട് ചേഞ്ച് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ 3ലും ഡിപ്പ് ചെയ്യുമ്പോൾ ഒന്നിൽ മാത്രമേ ബ്ലൂ കളർ കാണിക്കുള്ളൂ. അത് ഏതാ നമുക്ക് മനസ്സിലാവും? ബേസ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ വേണം ആൻസർ ചെയ്യാൻ. ഇതിൽ ഒന്നിൽ വാട്ടറും ഒന്നിൽ ആസിഡും അല്ലേ? രണ്ടിലും റെഡ് ലിറ്റ്മസ് പേപ്പർ യാതൊരു കളർ ചേഞ്ചും കാണിക്കില്ല. കാരണം വാട്ടർ തന്നെ ആസിഡും അല്ല ബേസ് അല്ല, വാട്ടർ ന്യൂട്രലാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇനി വരാൻ പോകുന്ന ടോപ്പിക്കിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, വാട്ടർ ഒരു കളർ ചേഞ്ചും കാണിക്കുന്നത് ന്യൂട്രലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് ആസിഡിനെ അതുപോലെ നമ്മുടെ വാട്ടറിനെയൊക്കെ തിരിച്ചറിയാൻ നമ്മൾ എങ്ങനെയത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ആകെ ഒരു പേപ്പറുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ കഷ്ണം കഷ്ണം ആയിക്കോ, കുറേ പീസ് ആയിക്കോ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ വാട്ടറിനെയും ആസിഡിനെ നമ്മൾ എങ്ങനെയപ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാം? ആലോചിച്ചാൽ ആൻസർ കിട്ടും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഏതിലാണ് ഡിപ്പ് ചെയ്തത്? ബേസിൽ ഡിപ്പ് ചെയ്തു, അത് കളർ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ബാക്കി നിങ്ങൾ ആലോചിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിലെ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഇന്ന് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത്. നിങ്ങളിത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ഓരോ ആക്ടിവിറ്റിയിലൂടെയാണ് ഓരോ ടോപ്പിക്കും നമുക്ക് പറഞ്ഞിരുന്നത്.
ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്കൊരു പോയിന്റ് കിട്ടുന്ന അർത്ഥം. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. കൂടുതൽ നേരം നമുക്ക് സംസാരിച്ച് ബ്ലാ 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 ടൈം വേസ്റ്റ് വേണ്ട, കണ്ടന്റിലേക്ക് പോവാം. ആസിഡ്സ് ആൻഡ് ബേസിൻ്റെ ലബോറട്ടറി. അപ്പോൾ ഇൻഡിക്കേറ്ററിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഹൗ ഡു ആസിഡ്സ് ആൻഡ് ബേസസ് റിയാക്ട് വിത്ത് മെറ്റൽ? ശ്രദ്ധിക്കണം കേട്ടോ, ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, ബേസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലും രണ്ടും കൂടി ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോയിന്റ്സ് ആസിഡിൻ്റെത് വേറെയും ബേസിൻ്റെയും വേറെ തന്നെ നമ്മൾ ഓർത്ത് വെച്ച് പോകണം. അപ്പോൾ ആദ്യത്തത്, ഒരു മെറ്റലുമായിട്ട് ആസിഡ് അല്ലെങ്കിൽ ബേസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? നമ്മുടെ എക്സ്പെരിമെന്റ് എന്താണ്? ദിസ് ആക്ടിവിറ്റി നീഡ്സ് ദ ടീച്ചേഴ്സ് അസിസ്റ്റൻസ്. ആയിക്കോട്ടെ, ഞാൻ ചെയ്യാലോ. സെറ്റ് ദ അപ്പാരറ്റസ് ആസ് ഷോൺ. നമ്മളിത് താഴെ കണ്ടതുപോലെ അപ്പാരറ്റസ് സെറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ വേണം, അതിൽ ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മൾ സൾഫ്യൂരിക് ആസിഡ് പ്രത്യേകം നിങ്ങൾക്ക് അറിയുണ്ടാവും, ആസിഡുകളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡാണിത്, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ്. ഓക്കെ, ഇവിടെ സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് അതിലേക്ക് എന്തായിട്ടുള്ളത്? സിങ്ക് ഗ്രാന്യൂൾസ്, സിങ്കിന്റെ ചെറിയ ചെറിയ പീസ് അല്ലെങ്കിൽ ചെറിയ മുത്തുകൾ എന്ന് ആലോചിച്ചോ, ചെറിയ പീസായിട്ട് കിട്ടുക. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സിങ്ക് എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. ഓക്കെ, അപ്പോൾ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിക്ക് നമ്മൾ എന്തായിട്ടുള്ളത്? സിങ്ക് ആണ് ഇട്ടിട്ടുള്ളത്. ഇനിയോ, അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെയോ ബബിൾസ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളത് ഹൈഡ്രജൻ ആണ് ഇവിടെ കൊടുത്തത്, നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ നമ്മളിപ്പോൾ തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല, ഹൈഡ്രജൻ എന്നൊക്കെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും. ആ ബബിൾസ് അതിങ്ങനെ ഗ്യാസ് ആണല്ലോ, അപ്പോൾ അതിങ്ങനെ മേലേക്ക് വന്ന് ഈ ട്യൂബിലൂടെ വന്ന് ഈ ഡെലിവറി ട്യൂബിലൂടെ വന്നിട്ട് ഇവിടെ നമ്മൾ സോപ്പ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. എന്ത് സൊല്യൂഷനാണ്? സോപ്പ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. സോപ്പ് സൊല്യൂഷൻ ആക്കിയുള്ള ഗുണം എന്താ? ഇവിടുന്ന് വരുന്നത് ഗ്യാസ് അല്ലേ, സോപ്പിലേക്ക് ഇങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ബബിൾസ് ഉണ്ടാവില്ല, അപ്പോൾ നന്നായിട്ട് ബബിൾസ് ഉണ്ടാവും. ആ വരുന്ന ബബിൾസിനൊക്കെ നമ്മൾ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് പോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാൻഡിൽ അതിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ കേസിൽ നോക്കുക, നമ്മൾ ആസിഡും അതുപോലെ മെറ്റലും, സിങ്ക് എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്ന ആസിഡാണ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷനിൽ എന്താ ഉണ്ടാവുക നോക്കണത്. അപ്പോൾ ഇവിടെ വരുന്ന ബബിൾസ് നമ്മൾ ക്യാൻഡിൽ അതിൻ്റെ അടുത്ത് കാണിക്കണമെങ്കിൽ ഒരു പോപ്പ് സൗണ്ടോട് കൂടി പെട്ടെന്ന് ആ ഒരു നമ്മളെ ലൈറ്റ് തന്നെ കെട്ടുപോകും. പെട്ടെന്നൊരു പോപ്പ് സൗണ്ട്, ചെറിയൊരു പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ പോപ്പ് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ എവിടെ നിങ്ങൾ ആക്ടിവിറ്റിയിൽ നീ ഒരു ലൈറ്റ് കത്തിച്ച് കാണിച്ചു പോപ്പ് സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലെവലിൽ മനസ്സിലാക്കുക അത് ഹൈഡ്രജന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ക്യാൻഡിൽ നന്നായിട്ട് ബേൺ ചെയ്യുകയാണെങ്കിൽ അത് ഓക്സിജന്റെ പ്രസൻസ് ആണ്. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ ഒരു ആക്ടിവിറ്റി പഠിച്ചിരുന്നില്ലേ, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ തന്നെയാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞാൽ അവിടെ ഒരു ഹൈഡ്രജൻ പോപ്പ് സൗണ്ടോട് കൂടി പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ, ഓർമ്മ ഉണ്ടോ? ഹൈഡ്രജൻ ഉണ്ടാവുന്ന ടെസ്റ്റ് ട്യൂബിന്റെ മേലെ നമ്മളൊരു തീപ്പെട്ടി കത്തിച്ച് കാണിച്ചാൽ, മാച്ച് കത്തിച്ച് കാണിച്ചാൽ അത് ഇങ്ങനെ പോപ്പ് സൗണ്ടോട് പൊട്ടുന്നൊക്കെ പറയുന്നു. അതേ കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു മെറ്റലും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗ്യാസാണ് കിട്ടുക? ഹൈഡ്രജൻ ഗ്യാസ് ആണ് കിട്ടുക. അപ്പോൾ അതൊരു കെമിക്കൽ പ്രോപ്പർട്ടി ആണ് കേട്ടോ. നമ്മൾ എങ്ങനെ എഴുതുക? വെൻ ആൻ ആസിഡ് റിയാക്ട് വിത്ത് എ മെറ്റൽ വി വിൽ ഗെറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. ഇനി നമുക്ക് ബേസിൻ്റെ കൂടി പറയേണ്ടത് ഇതേ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്ത് നോക്കുക. നിങ്ങൾ എക്സാമ്പിൾ അല്ല, ജനറൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആസിഡ് പ്ലസ് മെറ്റൽ ഗീവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അത് ഹൈഡ്രജൻ മാത്രമല്ല, സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു കെമിക്കൽ കൂടി കിട്ടുന്നുണ്ട്. ഇനി അടുത്തെന്താണ്? നിങ്ങൾ ഇതേപോലെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക? ബേസ് ഇതേപോലെ ഒരു മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കുക. ഇവിടെ ബേസിന്റെ എക്സാമ്പിളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞുതരാം. നിങ്ങൾ അതിനൊരു കാര്യം സ്പോട്ട് ഔട്ട് ചെയ്യാനുള്ളതാട്ടോ. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോമുല എന്താണ്? HCl. സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോമുല H2SO4. നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോമുല HNO3. 3 ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 3 മതി, ധാരാളം. ഇതിലൊക്കെ കോമൺ, ഇപ്പം നമ്മൾ 3 ആസിഡിന്റെ പേര് പറഞ്ഞില്ലേ, ഇതിൽ 3ലും കോമൺ ആയിട്ടുള്ളത് ആരാ? അത് കെമിക്കൽ ഫോമുല നോക്കി നോക്ക്. HCl, HNO3, H2SO4. 3ലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? നിങ്ങൾ പറ. ഹൈഡ്രജനിലുള്ളത് ആസിഡ്സിൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന പാർട്ടാണ് ഒരു ഹൈഡ്രജൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ചില ബേസിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് പറഞ്ഞ OHന്റെ 2 ഭാഗത്തും ബ്രാക്കറ്റ് ഇട്ടിട്ട് താഴെ 2 എഴുതണം. ഈ 3 എക്സാമ്പിളിലും കെമിക്കൽ ഫോമുല നോക്ക്. NaOH, KOH, അതുപോലെ ലാസ്റ്റ് വൺ CaOH ട്വൈസ്. ഇതിൽ 3ലും കോമൺ ആരാണ്? ആ OH എന്ന് വിളിക്കുന്ന ആളല്ലേ, അതാണ് ഹൈഡ്രോക്സൈഡ് പാർട്ട്. ഹൈഡ്രോക്സൈഡ് ആണത് OH. സാധാരണ ബേസുകളിൽ ഉണ്ടാവുന്ന കോമൺ പാർട്ടാണ് ഹൈഡ്രോക്സൈഡ്. ഇവിടെ നിന്ന് കാണാം NaOH. OH ഏതാണ്? ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ NaOH പ്ലസ് Zn, അതായത് ഒരു ബേസും നമ്മളൊരു മെറ്റൽ റിയാക്ട് ചെയ്യിക്കണമെങ്കിൽ അപ്പോഴും നമുക്ക് എന്താണ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. സോഡിയം സിങ്കേറ്റ് Na2ZnO2.
ഇത് നമ്മൾ ഓർമ്മയിൽ വേണം, പരീക്ഷയ്ക്ക് ചോദിക്കും, MCQ ആയിട്ടും അല്ലാതെയൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ കെമിക്കൽ തന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ എങ്ങനെ എഴുതുന്ന അറിയില്ല സാറേ എന്ന് പറഞ്ഞ പലരും ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഒരു ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും മെറ്റലിനോട് റിയാക്ട് ചെയ്ത് എന്താ കിട്ടുക, നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പ്രൊഡക്റ്റിൽ ഒരു ഹൈഡ്രജൻ H2 എഴുതി വയ്ക്കുക. H ആയിട്ട് നിൽക്കൂല, H2 ആയിട്ട് നിൽക്കുള്ളൂ, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ബാക്കി എല്ലാവരും ഒരുമിച്ച് എഴുതിയതാ Na2 ZnO2. ഇവിടെ 2 Na ഉണ്ട്, 2 O ഉണ്ട്, Zn ഉണ്ട്, അത് ഒരുമിച്ചാണ്ട് എഴുതി വെച്ചു. അതാണ് സോഡിയം സിങ്കേറ്റ്. കെമിക്കൽ ഫോമിൽ അറിയണം, അതുപോലെ അതിൻ്റെ പേര് പറയണം. MCQ ആയിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആസിഡിൻ്റെ ബേസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി കണ്ടു. whenever an acid react with a metal or whenever a base react with a metal, we get hydrogen as well as a salt. ഇവിടെ സാൾട്ട് ഏതാണ്, Na2ZnO2, സോഡിയം സിങ്കേറ്റ് ആണ് ഇവിടുത്തെ സാൾട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഹൗ ഡു മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് റിയാക്ട് വിത്ത് ആസിഡ്സ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ബേക്കിംഗ് പൗഡറോ, ഈ ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിൽ എഗ് ഷെല്ല് ഉണ്ടാവില്ലേ, മുട്ടത്തോട്, ആ എഗ് ഷെല്ല് നിങ്ങൾ നല്ല വിനെഗറിൽ, നല്ല സ്ട്രോങ് ആയിട്ട് വല്ലാതെ ഡയലൂട്ട് ചെയ്യാത്ത വിനെഗറിൽ ഇട്ട് വെക്കുക. അതിന് ചില ബബിൾസ് ഇങ്ങനെ ഫോം ചെയ്യണമെന്ന് കാണാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ബബിൾസ് ആണ് ഫോം ചെയ്യുന്നത്. നമ്മളെ എഗ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ, കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, വിനെഗർ എന്ന് പറഞ്ഞാൽ അത് അസറ്റിക് ആസിഡാണ്, ഒരു ആസിഡാണ്. അപ്പോൾ ആസിഡും ഒരു കാർബണേറ്റ് ഉള്ള പാർട്ടുള്ളൊരു മെറ്റൽ കാർബണേറ്റ് അല്ലെ, ആസിഡും ഒരു മെറ്റൽ കാർബണേറ്റും. മെറ്റൽ കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലും ഉണ്ടാവും കാർബണേറ്റും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, സിങ്ക് കാർബണേറ്റ്, അയൺ കാർബണേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗത്ത് മെറ്റലാണ്, മറ്റു ഭാഗത്ത് കാർബണേറ്റ് ആണ്. അപ്പോൾ മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്, എന്താ ഹൈഡ്രജൻ കാർബണേറ്റ് നോക്ക്, നിങ്ങൾ സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ് കേട്ടിട്ടില്ലേ, അതായത് കാർബണേറ്റിന്റെ മുമ്പിൽ ഒരു H കൂടി ഉണ്ടാവും. NaHCO3, KHCO3, ഇതൊക്കെ ബൈകാർബണേറ്റുകളാണ്. സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ്, ഇതൊക്കെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നിങ്ങൾ ജനറൽ ഇക്വേഷൻ നോക്കുക, നമ്മൾക്ക് എന്തൊക്കെയാണ് കിട്ടുക? ഇവിടെ നോക്കുക, NaCl, ഇവിടെ അതിന് മുന്നിലേക്ക് വരാം. Na2CO3 + 2HCl gives NaCl + H2O + CO2. ഇവിടെ NaCl എന്ന് പറഞ്ഞാൽ ഒരു സാൾട്ടാണ്, H2O വാട്ടർ, ദെൻ CO2 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇത് തന്നെയല്ലേ NaHCO3 റിയാക്ട് ചെയ്ത് ഇവിടെ കിട്ടിയത്, NaHCO3 + HCl. ബാലൻസിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ പ്രൊഡക്റ്റ് നോക്കി നോക്ക്, ഒരു സാൾട്ട് ഉണ്ട്, ഒരു വാട്ടർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. വേറെ എക്സാമ്പിൾ ഇതാ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് + കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു എക്സാമ്പിൾ ആയിട്ടല്ല, ശരിക്കും ഇത് ലൈം വാട്ടർ ടേൺസ് മിൽക്കി എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എന്തിനാണെന്നറിയോ, നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്നത്, അതായത് ഇതിന്റെ പ്രൊഡക്റ്റ് വരുന്ന ബബിൾസ് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് അറിയണമെങ്കിൽ എളുപ്പവഴി എന്താണെന്നറിയോ, ലൈം വാട്ടർക്ക് ഈ വരുന്ന ബബിൾസിനെ പാസ് ചെയ്യുക. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ ചെയ്ത ആക്ടിവിറ്റിയാണ്. എന്താ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ലൈം വാട്ടർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം പോയി കഴിഞ്ഞാൽ എന്തായി മാറും, കാൽഷ്യം കാർബണേറ്റ് ആവും. ഓക്കെ, അതിന്റെ കളർ എന്താണ്, അതിന്റെ കളറ് വൈറ്റ് കളറാണ്. അതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ലൈം വാട്ടർ, അതിന് കളറൊന്നുമില്ല, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അത് മിൽക്കി കളറാണ് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലാക്കുക, ഉണ്ടായ ആ ഗ്യാസ് ഇല്ലേ, അത് എന്തിൻ്റെ ഗ്യാസാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്യാസാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് പാർട്ട് 2 പോർഷൻ എന്താ ഡിസ്കസ് ചെയ്യണം നോക്കാം. മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാൽഷ്യം കാർബണേറ്റ് ആവും. ഇത് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോർഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതായത് നമ്മൾ ഈ ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ കുമ്മായത്തിൻ്റെ വെള്ളം, അത് നമ്മൾ പെയിൻ്റ് അടിക്കാൻ, പഴയ കാലത്ത് കുമ്മായം പൂശാൻ എന്ന് പറയും, അതിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ ആ വാൾ അല്ലെങ്കിൽ ആ ചുമര് കുറച്ചും കൂടി നല്ല ഷൈനി അപ്പിയറൻസ് തരും. അതെന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ആ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് ഉണ്ടാവുക, അറ്റ്മോസ്ഫിയറുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതുമായി റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ആവും. അതുകൊണ്ടാണ് നമുക്ക് ആ വൈറ്റ് ഷൈനി അപ്പിയറൻസ് അല്ലെങ്കിൽ ഹാർഡ് വൈറ്റ് സർഫേസ് പോലെ തോന്നുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതേ ഇക്വേഷൻ്റെ ഒരു പോർഷൻ നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ അതിൻ്റെ മറ്റൊരു ഫോമാണ് ഇനി പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു, കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് കാൽഷ്യം കാർബണേറ്റ്. എഗെയിൻ നമ്മൾ അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യിച്ചാൽ എന്താ ഉണ്ടാവുക, അപ്പോൾ നമുക്ക് കാൽഷ്യം ബൈകാർബണേറ്റ് CaHCO3 ആണ് കിട്ടുക. CaHCO3 ട്വൈസ് അതാണ് കിട്ടുക. ഇനി ഇവിടെ ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ്റെ ഭാഗം അല്ലെങ്കിൽ കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈം സ്റ്റോൺ, ചോക്ക്, മാർബിൾ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. All metal carbonates and hydrogen carbonate react with acids to give a corresponding salt, carbon dioxide and water. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി, ആസിഡിൻ്റെ കേസിലുള്ള രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. എന്താണ്, ഒരു മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ബൈകാർബണേറ്റ്
ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സാൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ അതിൻ്റെ ഇക്വേഷനൊക്കെ കണ്ടു. Na2CO3 + 2HCl gives NaCl, സാൾട്ട്, H2O വാട്ടർ, then CO2 കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ സാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലുള്ള ഉപ്പ് മാത്രമല്ല കേട്ടോ സാൾട്ട്. ജനറലി എല്ലാ അയോണിക് കോമ്പൗണ്ടുകളുടെയും, അത് അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് ചാർജുള്ള കോമ്പൗണ്ടുകളാണ്. നമ്മൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ എല്ലാ അയണിക് കോമ്പൗണ്ടുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്, സാൾട്ട് എന്ന് പറയുന്നത്. ഇവ നമുക്ക് ഇങ്ങനെ വരെ പറയാം, ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ശരിക്കും സാൾട്ടാണ്. അതും നമ്മൾ ഇതേപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ആസിഡിൻ്റെ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് മെറ്റൽ കാർബണേറ്റ് ആൻഡ് മെറ്റൽ ബൈകാർബണേറ്റ് പ്രൊഡ്യൂസേഴ്സ് സാൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇവിടെ ബേസ് റിയാക്ട് വിത്ത് ബൈകാർബണേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു ഡൗട്ട് വേണ്ട. ഇവിടെ നമ്മൾ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ് ഓർ ബൈകാർബണേറ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഹൗ ഡു ആസിഡ്സ് ആൻഡ് ബേസസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ? ഇതൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ പറയുന്നിട്ട് നമുക്ക് ആക്ടിവിറ്റിക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, NaOH എന്താണ്, ഒരു ബേസാണ്, പ്ലസ് HCl എന്താണ്, ആസിഡാണ് അല്ലേ. എങ്ങനെയാണ് മനസ്സിലായത്? OH ഉള്ള ഭാഗമാണെങ്കിൽ, ആ കെമിക്കലാണെങ്കിൽ അത് ബേസാണ്. OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് പാർട്ട്. HCl അവിടെ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, അതെന്താണ്, ആസിഡാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? NaCl + H2O. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പോലെയാണ്. ഇവിടെ നോക്കി നോക്കി, Naൻ്റെ കൂടെയുള്ള OH അത് ഇവിടുന്ന് മാറി ഡിസ്പ്ലേസ് ചെയ്തിട്ട് അങ്ങോട്ട് ആര് വന്നു, Cl വന്നു. ഈ OH ആരുടെ അടുത്തേക്ക് പോയത്? Hൻ്റെ അടുത്തേക്ക് പോയി. H + OH ആണ് എന്ത്, H2O എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണോ ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ എന്നല്ല അറിയേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കി നോക്കുക, ലെഫ്റ്റ് സൈഡിൽ, അതായത് റിയാക്ടൻ്റ് സൈഡിൽ ഒരു ആസിഡും ഉണ്ട്, അതുപോലെ ഒരു ബേസും ഉണ്ട്. ബട്ട് പ്രൊഡക്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒന്ന് വാട്ടറാണ്, അതുപോലെ ഒന്നെന്താണ്, NaCl എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൾട്ട് അല്ലേ, ഒരു സാൾട്ടും ഉണ്ട്, അപ്പോൾ അതുപോലെ ഒരു വാട്ടറും ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് പ്രൊഡക്റ്റുകളാണ് കിട്ടിയത്. ഏതൊക്കെയാണ്? NaCl അതുപോലെ H2O. രണ്ടിന് പ്രത്യേകത നമുക്കറിയാം, ഒന്ന് സാൾട്ടാണ്, ഒന്ന് വാട്ടറാണ്. സാൾട്ടിനും വാട്ടറിനും പ്രത്യേകത എന്താണ്? അതിന് രണ്ടിനും അസിഡിക് നേച്ചറും ഇല്ല, ബേസിക് നേച്ചറും ഇല്ല, അതായത് അത് ന്യൂട്രലാണ്. ന്യൂട്രൽ എന്നുള്ളതിൻ്റെ വേർഡ് മീനിങ് എടുത്താൽ തന്നെ നമുക്കറിയാം. അപ്പോൾ ചാർജുകളുടെ കേസിൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജും ഇല്ല, നെഗറ്റീവ് ചാർജും ഇല്ല, ചാർജ്ലെസ് ആണ്. ഇനി ഇവിടെയാണെങ്കിൽ ആസിഡിൻ്റെയും ബേസിൻ്റെയും കേസിൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അതിന് അസിഡ് നേച്ചറും ഇല്ല, ബേസിക് നേച്ചറും ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് ന്യൂട്രൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടി. അതുകൊണ്ട് നമ്മൾ ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം, ബേസ് പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ. അപ്പോൾ ഇത് നമുക്ക് രണ്ട് എൻഡൈറ്റീൻ്റെ കേസിൽ, അതായത് ആസിഡിൻ്റെ കേസിലും ഈ കെമിക്കൽ പ്രോപ്പർട്ടി ചെയ്താൽ, ബേസിൻ്റെ കേസിലും ഈ കെമിക്കൽ പ്രോപ്പർട്ടി ചെയ്താൽ എന്താണ്? ആസിഡ് റിയാക്ട് വിത്ത് ബേസ് വി ഗെറ്റ് സാൾട്ട് ആൻഡ് വാട്ടർ. ഇതേ പ്രോപ്പർട്ടി ബേസിന് ചെയ്താൽ അവനെ ബേസ് റിയാക്ട് വിത്ത് ആസിഡ് വി ഗെറ്റ് സാൾട്ട് ആൻഡ് വാട്ടർ. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് വിത്ത് ആസിഡ്. ഈ ടോപ്പിക് എടുക്കുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റി 2.6 നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഫിനോഫ്താലിൻ. ഫിനോഫ്താലിൻ്റെ പ്രത്യേകത, അത് ബേസിൽ നമ്മളതിനെ കുറച്ച് ഡ്രോപ്സ് നമ്മൾ ഒറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കളർ കിട്ടും? നമുക്ക് പിങ്ക് കളർ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫ്ലാസ്ക് എടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് വെസൽ എടുക്കുക. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബേസ് NaOH KOH ഏതെങ്കിലും ഒരു ബേസ് എടുക്കുക. അതിലേക്ക് ഒരു 4-5 ഡ്രോപ്പ് ആരൊറ്റിക്കുക? നമ്മുടെ ഫിനോഫ്താലിൻ ഒറ്റിക്കുക. അപ്പോൾ പിങ്ക് കളർ കിട്ടും. ഇനി ശരിക്കും റിയാക്ഷൻ നമ്മൾ എന്താ പറയുക, ബ്യൂററ്റ് എന്നൊക്കെ പറഞ്ഞ ഡിവൈസ് വെച്ചിട്ടൊക്കെ ചെയ്യാം. നമുക്ക് തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് പിങ്ക് കളർ കിട്ടിയ ഒരു വെസലിൽ പിങ്ക് കളർ ആയില്ലേ ഇപ്പോൾ, കാരണം നമ്മൾ ആ ഫിനോഫ്താലിൻ ബേസിലേക്ക് ഇട്ടിച്ചപ്പോൾ പിങ്ക് കളർ കിട്ടി. അതിലേക്ക് കുറച്ചീശെ ആസിഡ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കാം. ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റിർ ചെയ്യണം, ഈ സൊല്യൂഷൻ നന്നായിട്ട് ഇളക്കണം, ആസിഡ് മിക്സ് ആവാനാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് അതിൻ്റെ കളർ ഇങ്ങനെ കുറയുന്നത് കാണാൻ പറ്റും. കളർ കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആസിഡ് ഒഴിക്കുന്ന അളവിലേക്ക് ആഡ് ചെയ്യുന്ന അളവ് വളരെ കുറച്ച് ഡ്രോപ്പ് വൈസ് ആയിട്ടൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ലാസ്റ്റ് ഒരു ഡ്രോപ്പ് ആസിഡ് വീഴുമ്പോൾ എൻ്റെ സൊല്യൂഷൻ്റെ കളർ അങ്ങോട്ട് കാണാതെയോ ഡിസപ്പിയർ ആവും. എന്താ കാരണം എന്നറിയോ? ഇപ്പോൾ കംപ്ലീറ്റ് ബേസും ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തായി മാറി? സാൾട്ടും വാട്ടറും ആയി. സാൾട്ടിലും വാട്ടറിനും ഫിനോഫ്താലിനും കളർ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ടാണ് നമുക്കവിടെ കളർ ചേഞ്ച് ഇല്ലാതായത്. ഇവിടെ ചോദിക്കുന്നുണ്ട്, വൈ ഡു യു തിങ്ക് ദിസ് ഹാപ്പൻഡ്? ബിക്കോസ് ദ എൻറ്റയർ ബേസ് ഹാവ് നൗ റിയാക്റ്റഡ് വിത്ത് ആസിഡ് ആൻഡ് ഇറ്റ് ഹാവ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു സാൾട്ട് ആൻഡ് വാട്ടർ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നെക്സ്റ്റ് ടോപ്പിക്കിൻ്റെ മുമ്പ്. റിയാക്ഷൻ ഓഫ് മെറ്റലിക് ഓക്സൈഡ്സ് വിത്ത് ആസിഡിൽ നമുക്കത് ഈ മെറ്റൽ ഓക്സൈഡിൻ്റെയും അതുപോലെ നോൺ മെറ്റൽ ഓക്സൈഡിൻ്റെ പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരിക്കണം.
മെറ്റൽ ഓക്സൈഡിൻ്റെയും നോൺ മെറ്റൽ ഓക്സൈഡിൻ്റെയും പ്രത്യേകത. മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ ഓക്സൈഡ് MgO, CaO അല്ലെങ്കിൽ Na2O, K2O ഇതൊക്കെ മെറ്റൽ ഓക്സൈഡിൻ്റെ എക്സാമ്പിളാണ്. നോൺ മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ നോൺ മെറ്റൽ അല്ലേ, അതിൻ്റെ ഓക്സൈഡ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ് ഇതൊക്കെ അതുപോലെ നമുക്കിപ്പോൾ ഏതെങ്കിലും നോൺ മെറ്റലിൽ നിന്ന് എടുക്കുക, അതിൻ്റെ ഓക്സൈഡാണ് നോൺ മെറ്റലിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, മെറ്റൽ ഓക്സൈഡില്ലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ Na2O അല്ലെങ്കിൽ CaO അല്ലെങ്കിൽ MgO എന്നൊക്കെ പറഞ്ഞ ഓക്സൈഡുകൾ, ഇതിനൊക്കെ ശരിക്ക് ബേസിക് നേച്ചർ ഉണ്ട്. ഇതിനൊക്കെ എന്ത് നേച്ചറാണുള്ളത്? ബേസിക് നേച്ചറാണ്. അതുപോലെ നോൺ മെറ്റാലിക് ഓക്സൈഡുകളില്ലേ, അതിന് എന്ത് നേച്ചർ അറിയോ? അസിഡിക് നേച്ചർ. മെറ്റാലിക് ഓക്സൈഡിന് എന്താണ്? ബേസിക് നേച്ചർ. നോൺ മെറ്റാലിക് ഓക്സൈഡിന് എന്ത് നേച്ചറാണ്? ആസിഡിക് നേച്ചർ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മെറ്റലല്ല, ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് ബേസ് ഗീവ് സാൾട്ട് ആൻഡ് വാട്ടർ. ആ റിയാക്ഷൻ നമ്മൾ എന്താ വിളിച്ചത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ ആസിഡ് ബേസിനോട് റിയാക്ട് ചെയ്യണമെന്നുള്ള ഏത് കെമിക്കലാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ല, പക്ഷെ ഇതൊരു സ്പെസിഫിക് കേസാണ്. സാധാരണ ബേസ് എന്ന് പറഞ്ഞാൽ ആരുണ്ടാവുക? അവിടെ ഹൈഡ്രോക്സൈഡ് OH ഉണ്ടാവുക. പക്ഷെ ഇത് വെറും ഓക്സൈഡേ ഉള്ളൂ, മെറ്റാലിക് ഓക്സൈഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതും എന്തിനെ പോലെ ആക്ട് ചെയ്യും? ഒരു ബേസിനെ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ആസിഡ് മെറ്റൽ ഓക്സൈഡിനോട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ആ റിയാക്ഷൻ എന്താണ്? ആസിഡ് റിയാക്ടിങ് വിത്ത് ബേസ്. അപ്പോൾ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടുക? സാൾട്ട് ആൻഡ് വാട്ടർ. ഇതിപ്പോൾ ഏത് മെറ്റൽ ഓക്സൈഡ് ആവാട്ടോ, അയൺ ഓക്സൈഡ് ആവാം, നമ്മളെ കോപ്പറിൻ്റെതാവാം, മെറ്റലിൻ്റെ ഓക്സൈഡ് ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് റിയാക്ഷൻ ഏത് തന്നെയാണ്? ന്യൂട്രലൈസർ റിയാക്ഷൻ തന്നെയല്ലേ നമുക്ക് കിട്ടുക. കാരണം ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് റിയാക്ട് വിത്ത് ബേസിനോട് ഈക്വൽ ആണ്. പ്രൊഡക്റ്റ് കണ്ടില്ലേ? സാൾട്ട് ആൻഡ് വാട്ടർ. ഇനി അതുപോലെ തന്നെ നമുക്ക് നോൺ മെറ്റൽ ഓക്സൈഡ് ആണെങ്കിൽ എന്ത് നേച്ചർ എന്നാണ് പറഞ്ഞത്? അസിഡിക് നേച്ചർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് ബേസിനോട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് റിയാക്ട് വിത്ത് ആസിഡിനോട് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക? അഗെയിൻ സാൾട്ട് ആൻഡ് വാട്ടർ. ഇതും എന്ത് നേച്ചറാണ് കാണിക്കുന്നത്? നമ്മുടെ പ്രൊഡക്റ്റിൽ എന്ത് നേച്ചറാണ് ഉള്ളത്? ന്യൂട്രലൈസേഷൻ അല്ലെ, ന്യൂട്രൽ പ്രൊഡക്ട്സ് ആണ് നമുക്കുള്ളത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. വൈ ഷുഡ് കേർഡ് ആൻഡ് സോർ സബ്സ്റ്റൻസ് നോട്ട് ബി കെപ്റ്റ് ഇൻ ബ്രാസ് ആൻഡ് കോപ്പർ വെസൽ? ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമല്ല, ഡെയിലി ലൈഫിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. കേർഡ്, തൈരും അതുപോലെ പുളിയുള്ള സാധനങ്ങൾ അത് ബ്രാസും അതുപോലെ കോപ്പർ പാത്രത്തിലും വെക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ കേട്ട് പഠിക്കുക, മറക്കരുത് കേട്ടോ. വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുളിയുള്ളതും അതുപോലെ തൈരൊന്നും, പുളിയുള്ള സാധനങ്ങളും അതുപോലെ തൈര്, പുളിയുള്ള സാധനം പറയുമ്പോൾ നമ്മളെ എന്താ പറയുക, ടാമറിൻ്റെ ഒക്കെ അതിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. നമ്മളെ പിക്കിൾസൊക്കെ അതിൽ പെട്ടതൊന്നും നമ്മൾ മെറ്റാലിക് വെസലുകളിൽ വെക്കരുത്. കോപ്പർ ബ്രാസൊക്കെ മെറ്റലാണ്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയേണ്ടതാണ്. കേർഡ് ഓർ സബ്സ്റ്റൻസസ് വിച്ച് ആർ സോർ ഇൻ ടേസ്റ്റ്, they are actually acidic in nature, and we know that an acid on reaction with metal produces എന്താ ഉണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസ് as well as a salt. This salt may be poisonous in nature. It may be harmful to our body. That is why it is not advised to keep curd and sour substances in metallic vessels like vessels of brass and copper. Okay. Which gas is usually liberated when an acid reacts with a metal? Hydrogen gas നമുക്കറിയാലോ. Illustrate with an example. How will you test for the presence of this gas? അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത ആക്ടിവിറ്റി പറഞ്ഞാൽ മതി. Take a test tube, add some sulfuric acid to it and put some zinc granules. അല്ല ഏത് മെറ്റലാണെങ്കിൽ പറയാം, കോപ്പർ ഗ്രാനുൾസ് പറയാം, സിങ്ക് ഗ്രാനുൾസ് എന്താ വെച്ചാൽ പറഞ്ഞോ. Now collect that gas and make bubbles using some soap solution. ഈ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് ബബിൾസ് ഉണ്ടാക്കണമെന്നില്ല. We can see that some gases are formed at the test tube and we have to keep a burned matchstick at the mouth portion of or the top of the glass tube or the test tube. Glass tube എന്ന് പറയണ്ട, test tube എന്ന് പറയാം. Then we can hear a pop sound. This indicates the presence of hydrogen gas. Metal compound A react with dilute hydrochloric acid to produce effervescence. The gas evolved extinguishes a burning candle. Write a balanced chemical equation for the reaction if one of the compound formed is calcium chloride. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചാപ്റ്ററിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ, അതായത് എ എന്നുള്ളൊരു റിയേജൻറ്റ് ആസിഡിനോട് റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ ബി എന്നുള്ള റിയേജൻറ്റ് ആൽക്കലിനോട് റിയാക്ട് ചെയ്തു, ബേസിനോട് റിയാക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ഫോമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളതിന് പ്രിപ്പയർഡ് ആവണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. മെറ്റൽ കോമ്പൗണ്ട് എ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl. അപ്പോൾ എന്താണ്, ഒരു മെറ്റലിൻ്റെ കോമ്പൗണ്ടാണ്, അത് HCl റിയാക്ട് ചെയ്തു, പ്രൊഡ്യൂസ് എഫർവസൻസ്. എഫർവസൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിറയെ ബബിൾസ് ഒക്കെ ഒരുമിച്ച് ഉണ്ടാകുന്നത് കണ്ടു, അതായത് എന്തോ ഗ്യാസ് റിലീസ് ആയിട്ടുണ്ട്. ദ ഗ്യാസ് ഇവോൾഡ് എക്സ്റ്റിങ്ക്യൂഷസ് എ ബേണിംഗ് കാൻഡിൽ. അതായത് ഒരു കത്തുന്ന മെഴുകുതിരി കെട്ടുപോയി ഗ്യാസ് അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ.
റൈറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഇഫ് വൺ ഓഫ് ദ കോമ്പൗണ്ട്സ് ഫോംഡ് ഈസ് കാൽഷ്യം ക്ലോറൈഡ്. നമുക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ കംപ്ലീറ്റ് റിയാക്ഷൻ എഴുതാനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ചില ഹിൻറ്റുകളിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ മെറ്റൽ കോമ്പൗണ്ട് HCl റിയാക്ട് ചെയ്തപ്പോൾ നമുക്കവിടെ എഫർവസൻസിൻ്റെ എന്തോ ഗ്യാസ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾക്ക് അത്ര യൂസ്ഫുൾ. രണ്ടാമത്തെ കാര്യം നോക്കുക, ആ ഗ്യാസ് ബേണിംഗ് ക്യാൻഡിലിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏത് ഗ്യാസാണ് തീ കെടുത്താൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു പ്രൊഡക്റ്റ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി മെറ്റലിൻ്റെ കേസിൽ നമുക്കറിയാം, മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ബൈകാർബണേറ്റ് ഒരു ആസിഡിനോട് റിയാക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഏത് എഴുതിയാൽ മതി? ഏതെങ്കിലും മെറ്റൽ കാർബണേറ്റ്. സോ നിങ്ങൾ മെറ്റലിനെ വെറുതെ ജസ്റ്റ് എം നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം മെറ്റൽ കാർബണേറ്റ് MCO3 എന്ന് എഴുതാം. വെറുതെ ജനറലാട്ടോ, എം എന്ന് പറഞ്ഞാൽ മെറ്റൽ ഒരു എലമെൻ്റ് പേരൊന്നുമല്ല, സിമ്പിളൊന്നുമല്ല. MCO3 പ്ലസ് ഇവിടെ ആസിഡ് ഏതാ? ഡൈല്യൂട്ട് HCl. നിങ്ങളുടെ HCl എഴുതി, ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്നുള്ളൂ. അത് നമ്മളിവിടെ എഴുതുമ്പോൾ ഒന്നും വരില്ല. വേണമെങ്കിൽ DIL എഴുതി കാണാറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. സോ MCO3 പ്ലസ് HCl ഗിവ്സ് എന്തോ ഒരു പ്രൊഡക്റ്റ്? കാൽഷ്യം ക്ലോറൈഡ് അല്ലേ? ആ കാൽഷ്യം ഇപ്പോൾ എവിടുന്നാണ് വന്നത്? കാൽഷ്യം പറഞ്ഞാൽ മെറ്റലല്ലേ? അപ്പോൾ നമ്മൾ ആ വെറുതെ ജനറലായിട്ട് MCO3 എഴുതിയ സ്ഥലത്ത് മെറ്റൽ ആരാ? കാൽഷ്യമാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? CaCO3 പ്ലസ് HCl ഗീവ്സ് CaCl2 പ്ലസ് CO2 അല്ലേ, പ്ലസ് H2O. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബാലൻസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യുക. ഇന്ന് നമ്മൾ ശരിക്കും കെമിക്കൽ പ്രോപ്പർട്ടീസാണ് കാര്യമായിട്ട് കണ്ട ടോപ്പിക്ക്. എന്തൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് മെറ്റൽ പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്, ബേസ് ഓൺ റിയാക്ഷൻ വിത്ത് മെറ്റൽ പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. സെക്കൻഡ് നമ്മൾ എന്താ പറഞ്ഞത്? ആസിഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് മെറ്റൽ കാർബണേറ്റ് ആൻഡ് മെറ്റൽ ബൈകാർബണേറ്റ് റിലീസസ് കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് പോയിന്റ്, an acid on reaction with the base produces salt and water. This reaction is called as neutralization reaction. ഇനി ഇവിടെ ഈ സെയിം പോയിന്റ് നമുക്ക് ആസിഡിലും പറയാം, ബേസിലും പറയാം. നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? മെറ്റാലിക് ഓക്സൈഡ്സ്. ഞാൻ പറഞ്ഞു അതിൻ്റെ നേച്ചർ എന്താണ്? ബേസിക് നേച്ചറാണ്. മെറ്റാലിക് ഓക്സൈഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് ആസിഡ് പ്രൊഡ്യൂസസ് സാൾട്ട് ആൻഡ് വാട്ടർ. ഇതും നമുക്ക് എന്തുപോലെയാണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ പോലെയാണ്. ആൻഡ് നെക്സ്റ്റ്, നോൺ മെറ്റാലിക് ഓക്സൈഡ്, ദേ ആർ ആക്ച്വലി അസിഡിക് ഇൻ നേച്ചർ. സോ വെൻ ദേ റിയാക്ട് വിത്ത് ബേസ് or when a base react with a non metallic oxide, the product will be again salt and water. This is also a kind of neutralization reaction. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, കെമിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളത് നോട്ടിലേക്ക് എഴുതണം. നമ്മൾ ഈ പറഞ്ഞത് 1 by 1 ആയിട്ട് ഒരു ടേബിൾ വരച്ചിട്ട് ഒരു ഭാഗത്ത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് എന്നും മറ്റു ഭാഗത്ത് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ബേസ് എന്നും എഴുതുക. ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റുകൾ അതിൻ്റെ താഴെ ഓരോന്നിച്ച് എഴുതി വയ്ക്കാം. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് പോയിന്റ്. നിങ്ങൾ എഴുതിയിട്ടുള്ള ഓരോ പോയിന്റ് നിങ്ങൾ ഓരോ എക്സാമ്പിൾ എഴുതണം. ടെക്സ്റ്റിലുള്ളത് തന്നെ എഴുതിയാൽ മതി, സ്വന്തമായിട്ട് എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പാർട്ട്, ഒരു 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കോപ്പി ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് അത് എഴുതണമെന്നില്ല. നിങ്ങൾ ഈ 3 എഴുതുക. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്ട്, അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. മഹി ചോദിച്ചിരുന്നു അപ്ലോഡ് ചെയ്യാൻ യൂസ്ഫുൾ എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുക. പക്ഷേ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഇന്നത്തെ ദിവസം നമുക്ക് വേറൊരു നിവർത്തിയില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ പഴയ പോലെ തന്നെ ആവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ടൈം എടുക്കേണ്ടത് നമുക്ക് നമ്മളെ വീഡിയോസൊക്കെ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഹാർഡ്വെയറും അതുപോലെ സോഫ്റ്റ്വെയറും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോട് എടുക്കുന്ന ഒരു ടൈമാണ്. നമുക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. നാളെ മുതൽക്ക് നമുക്ക് യൂസ് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ അതിന് കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ. ചിലർക്കൊക്കെ മാത്സ് ക്ലാസ് വേണമെന്ന് പറഞ്ഞിരുന്നു. മാത്സിൻ്റെ ക്ലാസ് നിങ്ങൾ ആദ്യം തന്നെ പേ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യം ഡെമോ ക്ലാസ് കാണുക, കാര്യങ്ങൾ മനസ്സിലാവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. എന്നാൽ മാത്രമേ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എനിവേ ആ ക്ലാസ്സുകൾ നമുക്ക് നാളെ അല്ല, അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഡെമോ ക്ലാസ് വ്യാഴാണ് ഉണ്ടാവുക, തേഴ്സ്ഡേ ആണ് ഉണ്ടാവുക. തേഴ്സ്ഡേയിലെ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. വിൽ സീ ഇൻ അനദർ വീഡിയോ. താങ്ക് യു.